ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ട്രാവൽ വ്ളോഗ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് കേട്ടോ, എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയണത്. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ആദ്യം ഈ ഫോട്ടോസ് എടുക്കാൻ വീഡിയോസ് ഒക്കെ എടുക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ആരായിരുന്നു. ഭയങ്കര മടിയായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഈ പബ്ലിക്കിൽ നിന്ന് സെൽഫി എടുക്കുക, വീഡിയോസ് എടുക്കുക, ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കൂലായിരുന്നു സത്യം. അപ്പോൾ ഇപ്പൊ ഞാൻ യൂട്യൂബിൽ ഈ വീഡിയോസ് ഒക്കെ എടുത്ത് തുടങ്ങിയപ്പോൾ അതൊക്കെ ഏകദേശം മാറി കേട്ടോ. പിന്നെ ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ആദ്യമായിട്ടുണ്ടായിരുന്ന കൺഫ്യൂഷൻ എന്താ വെച്ചാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമോ, പണം വരുമോ, ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനത്തെ ഒക്കെ ഓരോ ചിന്തകളായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് പേര് ഇങ്ങനെ യൂട്യൂബേഴ്സ് ഇങ്ങനെ വരുമാനം വന്നു എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, അത് കിട്ടുമോ എന്താ എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഞാൻ വെറുതെ ഒരു ചാനൽ തുടങ്ങിയതാട്ടോ. കാര്യമായിട്ട് നമുക്ക് യൂട്യൂബർ ആവണം അങ്ങനത്തെ ചിന്തകളൊന്നും അല്ല കേട്ടോ. ഇപ്പോഴും നമ്മൾ യൂട്യൂബർ ഒന്നും ആയിട്ടില്ല, വെറുതെ നമ്മൾ ഫ്രീ ടൈമിൽ എങ്ങോട്ടേലും യാത്ര പോകണു, ആ വീഡിയോസ് എടുത്തിടണം, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഇതിൽ ഒരുപാട് റിസ്ക് ഒന്നും നമ്മൾ എടുക്കണില്ല. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഇതിൽ നിന്ന് എനിക്ക് എന്തായാലും ഏണിങ്സ് വരണുണ്ട് കേട്ടോ. ഇപ്പൊ എനിക്ക് ഉറപ്പായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഒരു ചാനൽ തുടങ്ങി നമ്മളതിൽ റിസ്ക് എടുക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് അതിനുള്ള എന്താ പറയാ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒരു ചാനൽ വെറുതെ ഒന്ന് തുടങ്ങി വെച്ചാൽ മതി. ചാനലൊക്കെ തുടങ്ങാൻ വളരെ സിമ്പിളാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് വരെ നമ്മുടെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. യൂട്യൂബിൽ നമ്മൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഹൗ ടു മേക്ക് എ യൂട്യൂബ് ചാനൽ മലയാളം എന്ന് അടിച്ചാൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഒരുപാട് ക്രിയേറ്റേഴ്സ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുക. എന്തെങ്കിലുമൊക്കെ വീഡിയോസ് തന്നെ ഇടാം, ചിലപ്പോൾ ക്ലിക്ക് ആവും, ചിലപ്പോൾ ക്ലിക്ക് ആവില്ല, അത്രേ ഉള്ളൂ. അപ്പോ എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇതിന് ഏണിങ്സ് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഒരുപാട് റിസ്ക് ഒന്നും എടുക്കണില്ല. നമ്മൾ ഫ്രീ ടൈം അത് ലീവുള്ള സമയത്തൊക്കെ എങ്ങോട്ടേലും പോകും, അതിനെ കുറിച്ചൊരു വീഡിയോ ഇടും, അത്രേ ഉള്ളൂ. എന്നാലും എനിക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ട്. എന്തായാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഇങ്ങനെ റീച്ച് ആയി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം കണ്ടന്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്, ഞാൻ മിക്സഡ് ആയിട്ട് എല്ലാ കണ്ടന്റും ഇതിൽ അപ്ലോഡ് ചെയ്യായിരുന്നു. അപ്പൊ അത് കാരണം വീഡിയോസിനൊന്നും വലിയ റീച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മുമ്പിട്ട് ഏതൊക്കെയോ വീഡിയോ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ ഏണിങ്സ് ആണ് കേട്ടോ വരുന്നത്. അല്ലാണ്ട് നമ്മൾ ഇടുന്ന വീഡിയോസ് മുഴുവൻ അങ്ങോട്ട് കയറി പോകുന്നില്ല. അത് ഇപ്പൊ പൊതുവെ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത്, നമുക്ക് അറിയുന്ന എന്തെങ്കിലും കാര്യം, ഒന്നുകിൽ ട്രാവലിംഗ് ആണെങ്കിൽ അതിനെ കുറിച്ചുള്ള വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുക, അതല്ലെങ്കിൽ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് മാത്രം. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല റീച്ച് കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ വേറൊരു ചാനൽ തുടങ്ങിയിരുന്നു, അപ്പൊ ഈ KSRTC യാത്ര ചെയ്യുന്നത്. അപ്പൊ അതിൽ ഈ KSRTCയെ കുറിച്ചുള്ള വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ. അപ്പൊ അത് പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആയിട്ടോ. ഏകദേശം ഒരു 4-5 മാസം കൊണ്ട് ആ ചാനൽ മോണിറ്റൈസ് ചെയ്യാതിരുന്നു, ഏണിങ്സ് ഇങ്ങനെ വരണ്ട്. അപ്പൊ അത് അത്യാവശ്യം റീച്ചിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സെയിം കണ്ടന്റ്, നമുക്ക് അറിയുന്ന, നമുക്ക് എന്തിനോടാണോ നമുക്ക് താല്പര്യം, ഏത് മേഖലയിലാണ് താല്പര്യം, ചിലപ്പോൾ കുക്കിംഗ് ആവും, ചിലപ്പോൾ ട്രാവലിംഗ് ആവും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ആ മേഖലയിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ നമുക്ക് എന്തായാലും അതിനുള്ള ഏണിങ്, നമുക്ക് ബെനിഫിറ്റ് എന്തായാലും ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും ഒരു ചാനൽ തുടങ്ങട്ടെ, എനിക്കതാ പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചാനൽ തുടങ്ങിയ ഉടനെ തന്നെ പെട്ടെന്നൊന്ന് റീച്ച് ആവില്ല കേട്ടോ. ഒന്നാമത് പറയാനുള്ളത്, യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ അതൊരു ലെക്കാണ്, ഒരു ലെക്കായിട്ട് കിട്ടണം കേട്ടോ. ചിലപ്പോൾ വീഡിയോ പെട്ടെന്ന് വൈറലായി പോകും, ചിലരുടെ വീഡിയോ അങ്ങനെ ഡെഡ് ആയി കിടക്കും. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ഫാമിലിയോ പ്രതീക്ഷിക്കുന്ന ഒരിക്കലും നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കണം, വളരെ നല്ലത് കേട്ടോ. എന്താ വെച്ചാൽ അത് നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും കണ്ടന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിൻ്റെതായ ആവശ്യക്കാരെ അത് കാണും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ എൻ്റെ ഫാമിലി പോലും എൻ്റെ വീട്ടുകാർ പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. അപ്പോ നമ്മൾ ചെയ്യുന്ന വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കണ്ടന്റ് ഉള്ള വീഡിയോ ആണെങ്കിൽ അതെന്തായാലും പെട്ടെന്ന് റീച്ച് ആവും. അതിൻ്റെതായ ആളുകളെ സെർച്ച് ചെയ്തിട്ട് ആ വീഡിയോ എടുക്കും, അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പൊ നമ്മൾ ഫ്രണ്ട്സിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഫാമിലിനെ കണ്ടിട്ടൊന്നും ഒരിക്കലും ചാനൽ തുടങ്ങാതിരിക്കണം നല്ലത്. പിന്നെ നമ്മൾ വീഡിയോ ഫസ്റ്റ് ഇടുമ്പോൾ തന്നെ നമുക്കൊരിക്കലും റീച്ച് കിട്ടില്ല കേട്ടോ, അത് സ്വാഭാവികമാണ്. ഞാനൊക്കെ ആദ്യം വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് വെറും 10 വ്യൂ, 20 വ്യൂ, 30 വ്യൂ അത്ര മാത്രമേ ഉണ്ടാവുള്ളായിരുന്നു. അത് പിന്നെ ഒരുപാട് കഴിഞ്ഞ് 2 മാസം 3 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ കുറച്ചൊന്ന് കയറുക, 1K 2K 3K അങ്ങനെ. അപ്പൊ അതിന്റെ പിന്നാലെ ബാക്കിയുള്ളത് കയറുക, അങ്ങനെ. ഇപ്പോൾ ഏകദേശം എന്തായാലും ചെറിയ രീതിയിൽ നമുക്ക് എന്താ പറയാ, ചെറുതായിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഇൻകം വരുന്നുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങോട്ട് റീച്ച് ആയിട്ടൊന്നുമില്ല. അപ്പൊ എന്തായാലും എനിക്ക് ഇതിൽ നിന്ന് വന്ന ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെയിം കണ്ടന്റ് അപ്ലോഡ് ചെയ്താൽ നല്ല റീച്ച് കിട്ടുന്നുണ്ട്. എൻ്റെ രണ്ടാമത് ഞാൻ തുടങ്ങിയ ചാനലിൽ KSRTC ബസ് ആ യാത്രകൾ അത് മാത്രം ഇട്ടായിരുന്നു. അപ്പൊ അത് നല്ല റീച്ചിൽ പോകുന്നുണ്ട്, നന്നായിട്ട് സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട്. അപ്പോൾ നല്ല റീച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ചെറിയ അനുഭവം കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പൊ എല്ലാവരും
തമാശക്കെങ്കിലും വെറുതെ ഒരു ചാനൽ വെറുതെ തുടങ്ങി വെക്കുക. അതില് ഇടയ്ക്കൊക്കെ ഓരോ വീഡിയോസ് ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് എപ്പോഴാ റീച്ച് ആവുക, എപ്പോഴാ നമ്മൾ രക്ഷപ്പെടുക എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാനൊക്കെ അങ്ങനെ വെറുതെ തമാശക്ക് തുടങ്ങിയ ചാനലാണ്. അപ്പൊ അതൊക്കെ ക്ലിക്കായി വന്ന് ഇതിന് ഏണിങ്സ് ഒക്കെ വന്നപ്പോൾ നമുക്കൊരു സന്തോഷം, അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.